KSEBയുടെ സോളാർ ബില്ലിംഗ് എങ്ങനെ എന്ന് സംബന്ധിച്ച വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിത്രത്തിൽ കാണുന്നത് KSEBയുടെ ഒരു സ്പോട്ട് ബില്ലാണ്. ഇതിനെ വിശദീകരണത്തിൻ്റെ എളുപ്പത്തിനായി 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 നെറ്റ് മീറ്റർ റീഡിംഗ് അല്ലെങ്കിൽ മെയിൻ മീറ്റർ റീഡിംഗ് ആണ് കാണിക്കുന്നത്. പാർട്ട് 2 സോളാർ ജനറേഷൻ സംബന്ധിച്ചിട്ടുള്ള റീഡിങ്ങുകളാണ്. പാർട്ട് 3 ബിൽഡ് എമൗണ്ട്, വിവിധ തരത്തിലുള്ള ചാർജുകൾ ഏതൊക്കെയാണ്, ആ ചാർജുകളുടെ ടോട്ടൽ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പാർട്ട് 3 കാണിച്ചിട്ടുള്ളത്. പാർട്ട് 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ 6 റീഡിങ്ങുകൾ ഉള്ളതായി കാണാം. ഇതിൽ നോർമൽ എന്നത് നോർമൽ ടൈം സോണിനെയാണ് സൂചിപ്പിക്കുന്നത്. NL എന്നത് നോർമൽ ടൈം സോണിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. PK എന്നത് പീക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച് രാത്രി 10 മണി വരെയാണ്. OP എന്നത് ഓഫ് പീക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് രാത്രി 10 മണി മുതൽ തൊട്ടടുത്ത ദിവസം രാവിലെ 6 മണി വരെയുള്ള സമയമാണ്. I എന്നത് ഇമ്പോർട്ടിനെയും E എന്നത് എക്സ്പോർട്ടിനെയും സൂചിപ്പിക്കുന്നു. നിലവിൽ എന്ന കോളവും മുൻ എന്നുള്ള കോളവും ഇവിടെ കാണാൻ സാധിക്കും. നിലവിൽ എന്ന കോളം റീഡിംഗ് എടുക്കുന്ന ദിവസത്തെ മീറ്ററിലെ റീഡിങ്ങുകളാണ്. മുൻ എന്നത് തൊട്ട് മുമ്പത്തെ റീഡിംഗ് സമയത്തെ മീറ്റർ റീഡിങ്ങുകളാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഉപഭോഗം എന്ന നിലയിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്ത കോളമായ ശരാശരി സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 3 മാസത്തെ ഉപഭോഗമാണ്, ശരാശരി ഉപഭോഗമാണ്. ഇവിടെ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ട്, മൊത്തം ഇമ്പോർട്ട് ഒരു മാസത്തെ എത്രയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് 3 സോണിലെയും ഇമ്പോർട്ടുകൾ തമ്മിൽ കൂട്ടിയാൽ മതിയാവും. ഈ ഉദാഹരണത്തിലേക്ക് വന്നാൽ 87 + 360 + 178, അത് വിച്ച് ഇസ് ഈക്വൽ ടു 625 യൂണിറ്റ്, 625 യൂണിറ്റ് എന്ന നിലയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ടും അതേ നിലയിൽ തന്നെ കൂട്ടിയെടുക്കാം. ഇവിടെ ഓഫ് പീക്കിലെയും എക്സ്പോർട്ട് 0 ആയതിനാൽ നോർമൽ ടൈമിലെ എക്സ്പോർട്ട് മാത്രമായിരിക്കും ക്യുമുലേറ്റീവ് എക്സ്പോർട്ടിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് 370 യൂണിറ്റാണ്. അതിനുശേഷം ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, അതിനാണ് നമ്മൾ ബില്ല് ചെയ്യേണ്ടത്. I - E അല്ലെങ്കിൽ ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട്, 625 - 370 വിച്ച് ഇസ് ഈക്വൽ ടു 255 യൂണിറ്റ് അല്ലെങ്കിൽ 255 യൂണിറ്റ് എന്ന് വരും. ഇതിനെയാണ് നമ്മുടെ സാധാരണ താരിഫ് ഉപയോഗിച്ച് ബില്ല് ചെയ്യേണ്ടത്. സാധാരണ താരിഫ് അല്ലെങ്കിൽ റീറ്റെയിൽ താരിഫ് എന്ന് പറയും. ആ റീറ്റെയിൽ താരിഫ് പ്രകാരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് അവരുടെ മാസ ഉപഭോഗം 250 യൂണിറ്റിന് മുകളിലാണെങ്കിൽ TOD ബില്ലിംഗ് ആണ് ബാധകം. അതുകൊണ്ട് തന്നെ ഇവിടെ TOD ബില്ലിങ്ങിലേക്ക് പോകണം. ഓരോ ടൈം സോണുകളായി പരിശോധിച്ച് ആ ടൈം സോണുകളിലെ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇവിടെ ബില്ലിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത് 245 യൂണിറ്റോ മറ്റോ ആയിരുന്നു എങ്കിൽ, 250 യൂണിറ്റിന് താഴെ ആയിരുന്നുവെങ്കിൽ എത്ര യൂണിറ്റാണോ വരുന്നത് അതിനെ താരിഫുമായി തട്ടിച്ച് നോക്കി ആ യൂണിറ്റ് കണ്ടെത്തി മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ നമുക്ക് ബിൽഡ് എമൗണ്ട് ലഭ്യമാകുമായിരുന്നു. എന്നാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 250 യൂണിറ്റിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ TOD താരിഫിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതായി വരും. TOD താരിഫിലെ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോർമൽ അതാത് ടൈം പീരീഡിലെ ഇമ്പോർട്ടും എക്സ്പോർട്ടുമായി അഡ്ജസ്റ്റ് ചെയ്യുകയും തുടർന്ന് നോർമൽ ടൈമിൽ എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ അത് തൊട്ടടുത്ത പീക്ക് ടൈം സോണിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും തുടർന്നും എക്സസ് ഉണ്ടെങ്കിൽ അത് ഓഫ് പീക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. ഈ നിലയിലാണ് TOD താരിഫിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഉദാഹരണത്തിലേക്ക് വന്നാൽ ആദ്യം ഇമ്പോർട്ടായിട്ടുള്ള 87, ടോട്ടൽ എക്സ്പോർട്ടായിട്ടുള്ള 370, അതുപോലെ തന്നെ ഇവിടെ പ്ലസ് PB എന്ന് കാണിച്ചിട്ടുണ്ട്. അത് പ്രീവിയസ് ബാങ്കിങ് ആണ്. പ്രീവിയസ് ബാങ്കിങ് എന്നത് പ്രീവിയസ് ബാങ്കിങ്ങിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പോർട്ടിനോട് ഒപ്പം കൂട്ടിയ ശേഷമാണ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുക. ഇവിടെ പ്രീവിയസ് ബാങ്കിങ് 0 ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇത് മെയ് മാസത്തെ ബില്ലാണ്. ഏപ്രിൽ മാസം 1 വരെ, ഏപ്രിൽ മാസത്തെ ബില്ലിൽ 1 യൂണിറ്റ് പോലും ബാങ്ക്ഡ് യൂണിറ്റ് ഉണ്ടാവില്ല. കാരണം മാർച്ച് മാസം 31-ന് അതുവരെയുള്ള ബാങ്ക്ഡുള്ള യൂണിറ്റുകളെല്ലാം തന്നെ റീസെറ്റ് ചെയ്യുകയും ആ യൂണിറ്റിനെ ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന തുക കൺസ്യൂമർക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ വരുന്ന ബില്ലുകളിൽ ബാങ്ക്ഡ് എനർജി യൂണിറ്റ് ഉണ്ടാവില്ല. എത്രയാണോ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റ് മാത്രമേ ഇമ്പോർട്ടിൽ നിന്ന് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 87 - 370 വിച്ച് ഇസ് ഈക്വൽ ടു -283 യൂണിറ്റ് എന്ന് വരുന്നു. മൈനസ് വാല്യൂ ആയതുകൊണ്ട് തന്നെ യൂണിറ്റ്സ് ടു ബി ബിൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിൽ ആ 283 ബാങ്കിലേക്ക് പോവുകയും ചെയ്യും. തുടർന്ന്
പീക്ക് ടൈമിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പീക്ക് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ 283 യൂണിറ്റ് ആണുള്ളത്. സോ 178 മൈനസ് 283 ഈക്വൽ ടു മൈനസ് 105. അതുകൊണ്ട് തന്നെ ഇവിടെയും മൈനസ് വാല്യൂ വന്നിരിക്കുന്നു. അതുകൊണ്ട് മൈനസ് എന്നത് യൂണിറ്റ്സ് ടു ബി ബിൽഡ് 0 ആവുകയും 105 യൂണിറ്റ് ബാങ്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ഇത് ഓഫ് പീക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. 360 മൈനസ് 105 വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് 255. ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് തന്നെ ഈ 285 യൂണിറ്റും ബില്ല് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ബാങ്കിലേക്ക് 0 യൂണിറ്റ് പോവുകയും ചെയ്യും. അതായത് അടുത്ത മാസവും പ്രീവിയസ് ബാങ്കിങ് PB എന്നത് 0 നിൽക്കും. സോ ഇവിടെ യൂണിറ്റ്സ് ടു ബി ബിൽഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ നോർമൽ, പീക്ക്, ഓഫ് പീക്കിൽ യഥാക്രമം 0, 0, 285 യൂണിറ്റ് എന്ന നിലയിൽ വന്നതായി മനസ്സിലാക്കാം. ഇനി സോളാർ ജനറേഷൻ മീറ്റർ റീഡിംഗ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നോർമൽ ടൈമിൽ മാത്രമാണ് ജനറേഷൻ ഉള്ളത്. അത് 560 യൂണിറ്റാണ്. ശരാശരി കഴിഞ്ഞ 3 മാസത്തെ ശരാശരി എന്നത് 543 യൂണിറ്റ് ആണെന്ന് കാണാം. സോ ടോട്ടൽ ജനറേഷൻ ഈക്വൽ ടു 560 യൂണിറ്റ് എന്നാണ് ഈ പാർട്ടിൽ നിന്ന് നമുക്ക് ആകെ മനസ്സിലാക്കിയെടുക്കാനുള്ളത്. ഈ രണ്ട് പാർട്ടുകളും കാണുമ്പോൾ പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാവും. ഞാൻ ജനറേറ്റ് ചെയ്തത് 560 യൂണിറ്റ് ആണ്, പക്ഷേ എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ 370 യൂണിറ്റ് മാത്രമേ പറ്റിയിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണ് എന്ന് സംബന്ധിച്ച് ഒട്ടേറെ പേർക്ക് സംശയമുണ്ട്. നമ്മുടെ നെറ്റ് മീറ്റേഡ് കൺസ്യൂമേഴ്സിൻ്റെ മീറ്ററിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ കൺഫ്യൂഷൻ ഒഴിവാവുകയുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചിത്രത്തിൽ വളരെ ക്ലിയറാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, സോളാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യത്തിനെടുത്ത് ബാക്കി വരുന്നത് മാത്രമാണ് ഗ്രിഡിലേക്ക് കൊടുക്കുന്നത്. അതായത് 560 യൂണിറ്റ് ജനറേറ്റ് ചെയ്താലും അതിൽ നിന്ന് ഉപയോഗിച്ച് ബാക്കി വന്നിട്ടുള്ള 370 യൂണിറ്റാണ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു കൺസ്യൂമറുടെ ടോട്ടൽ കൺസപ്ഷനും ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് പോലെ തന്നെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, സോളാർ ജനറേറ്റ് ചെയ്തിരിക്കുന്ന വൈദ്യുതിയും അതുപോലെ തന്നെ ഗ്രിഡിൽ നിന്ന് എടുത്തിട്ടുള്ള വൈദ്യുതിയുമാണ് ലോഡിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നത് എക്സ്പോർട്ടാണ്. അപ്പോൾ സോളാർ ജനറേഷനും ഇമ്പോർട്ടും തമ്മിൽ കൂട്ടുകയും എക്സ്പോർട്ട് അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ടോട്ടൽ കൺസപ്ഷൻ ഓഫ് ദ കൺസ്യൂമർ നമുക്ക് ലഭിക്കും. അതായിരിക്കും ആ കൺസ്യൂമറുടെ ആകെ ഉപഭോഗം, ടോട്ടൽ കൺസപ്ഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാവുന്ന. ഈ ഉദാഹരണത്തിലേക്ക് വന്നാൽ തന്നെ 560 യൂണിറ്റ് ജനറേറ്റ് ചെയ്തു, 625 യൂണിറ്റ് അദ്ദേഹം ഗ്രിഡിൽ നിന്ന് എടുത്തു, 370 യൂണിറ്റ് ഗ്രിഡിലേക്ക് കൊടുത്തു. അതായത് 815 യൂണിറ്റാണ് അദ്ദേഹത്തിൻ്റെ ആകെ ഉപഭോഗം അല്ലെങ്കിൽ ടോട്ടൽ കൺസപ്ഷൻ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കും. ഇനി പാർട്ട് 3 ബിൽഡ് എമൗണ്ടിലേക്ക് വരികയാണ്. ഇവിടെ എനർജി ചാർജ് EC എന്ന് പറയും. അത് നെറ്റ് കൺസപ്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. നെറ്റ് കൺസപ്ഷൻ നമുക്കറിയാം ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ടാണ്. 00, 285 എന്നതാണ് യഥാക്രമം നോർമൽ, പീക്ക് ആൻഡ് ഓഫ് പീക്ക് പീരീഡിൽ വന്നിട്ടുള്ള യൂണിറ്റ്. ഡ്യൂട്ടി എനർജി ചാർജിൻ്റെ 10%. ഈ ബില്ലിലേക്ക് പരിശോധിച്ചാൽ അറിയാം. എനർജി ചാർജ് 1721.25 ആണ്. അതിൻ്റെ 10% 172.13 ഡ്യൂട്ടി ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ഫ്യൂവൽ സർചാർജാണ്. അത് 10 പൈസ പെർ യൂണിറ്റ് നെറ്റ് കൺസപ്ഷനാണ്. ഇവിടെ നമുക്കറിയാം നെറ്റ് കൺസപ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരം 255 യൂണിറ്റാണ്. ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് വന്നിരിക്കുന്നത് 255 യൂണിറ്റാണ്. 255 യൂണിറ്റിന് 10 പൈസ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 2 രൂപ 55 ഫ്യൂവൽ സർചാർജ് വന്നിട്ടുള്ളത്. മറ്റൊന്ന് FC ആണ്. FC എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, FC കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കൺസപ്ഷൻ സ്ലാബിൻ്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ എടുക്കുന്നത് നെറ്റ് കൺസപ്ഷൻ ആണെങ്കിൽ, ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത് ടോട്ടൽ കൺസപ്ഷൻ സ്ലാബാണ്. ടോട്ടൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് 855 സ്ലാബ് എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിക്സഡ് ചാർജ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. എനർജി ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ TOD താരിഫ് ആയതുകൊണ്ട് തന്നെ നോർമൽ ടൈമിൽ താരിഫ് റേറ്റിൻ്റെ 90% മാത്രമേ ഉപഭോക്താവിന് ബാധകമാകുകയുള്ളൂ. എന്നാൽ പീക്കിൽ താരിഫ് റേറ്റിൻ്റെ 125% അദ്ദേഹത്തിന് ബാധകമാകുന്ന താരിഫ് റേറ്റ്. ഓഫ് പീക്കിൽ യഥാർത്ഥത്തിലുള്ള താരിഫ് റേറ്റ് എത്രയാണോ, ആ സ്ലാബിലെ താരിഫ് റേറ്റ് എത്രയാണോ അത് തന്നെ നൽകേണ്ടി വരും. അപ്പം നമ്മുടെ ടോട്ടൽ കൺസപ്ഷൻ, അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കൺസപ്ഷൻ എന്ന് ഉദ്ദേശിച്ചത് യൂണിറ്റ്സ് ടു ബി ബിൽഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ 255 യൂണിറ്റാണ് വരുന്നത്. ആ 255 യൂണിറ്റിൻ്റെ താരിഫ് ഓർഡറിലുള്ള സ്ലാബിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് റേറ്റ് എത്രയാണെന്ന് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ഇതാണ് സ്ലാബ്, മന്ത്ലി കൺസപ്ഷൻ സ്ലാബും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ചാർജും വന്നിട്ടുള്ള KCRCയുടെ താരിഫ് ഉത്തരവ്.
ഇതിൽ പരിശോധിച്ചാൽ അറിയാം 0 to 300 അതായത് 255 യൂണിറ്റാണ്, 250 മേളിലാണ് 0 to 300 കിടക്കുന്നത്. ഓരോ യൂണിറ്റിനും ₹6.75 നോൺ ടെലസ്കോപ്പിക്കിലേക്ക് പോയതുകൊണ്ടാണ് ഓരോ യൂണിറ്റിനും ₹6.75 എന്ന നിലയിലാണ് അവിടെ വന്നിട്ടുള്ളത്. സോ നമ്മുടെ താരിഫ് റേറ്റ് എന്നത് ₹6.75. അതുകൊണ്ട് തന്നെ നോർമൽ ടൈമിൽ അതിൻ്റെ 90%, പീക്കിൽ അതിൻ്റെ 125% റേറ്റിലായിരിക്കും നമ്മൾ ബില്ല് ചെയ്യേണ്ടത്. ഇവിടെ 2 ടൈമിലും, അതായത് നോർമൽ ടൈമിലും പീക്ക് ടൈമിലും 0 യൂണിറ്റിനാണ് ബില്ല് ചെയ്യേണ്ടതെന്നതിനാൽ ഇത് ബാധകമാകുന്നില്ല. പിന്നെ ബാക്കി വരുന്ന 255 യൂണിറ്റ് ഓഫ് പീക്കിലാണ്. അത് നോർമൽ താരിഫുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു, ₹6.75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ₹1721.25 എന്ന നിലയിൽ വരുന്നു. ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. എനർജി ചാർജ് 1721.25. ഇനി ഫിക്സഡ് ചാർജാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ അറിയേണ്ടത് ടോട്ടൽ കൺസപ്ഷൻ സ്ലാബാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 815 യൂണിറ്റാണ്. 815 യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ 815, അതായത് എബോവ് 500 ആണ്, മന്ത്ലി എബോവ് 500 ആണ് 815. 310 രൂപയാണ്. അത് സിംഗിൾ ഫേസ് ആയാലും 3 ഫേസ് ആയാലും 310 രൂപയാണ് അവരുടെ ഫിക്സഡ് ചാർജായിട്ട് വരുന്നത്. ഏറ്റവും അവസാനത്തെ റോ പരിശോധിക്കുക, അതിൽ 310 രൂപ എന്ന് കാണും. ആ 310 രൂപയാണ് ഇവിടെ ഫിക്സഡ് ചാർജായി വന്നിട്ടുള്ളത്. ഇങ്ങനെ എനർജി ചാർജ്, ഡ്യൂട്ടി, ഫ്യൂവൽ സർചാർജ്, ഫിക്സഡ് ചാർജ്, അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യുന്നതിന് ഒരു ₹0.07 കൂടെ കൂട്ടി ആകെ 2206 രൂപയാണ് ആ മാസത്തെ അദ്ദേഹത്തിൻ്റെ ബില്ല്. അതുപോലെ തന്നെ ഇവിടെ ലേറ്റ് പേയ്മെൻറ്റ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് 5 രൂപ. കഴിഞ്ഞ തവണത്തെ ബില്ല് അടയ്ക്കുന്നതിന് താമസിച്ചതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഇൻട്രസ്റ്റാണ്. അങ്ങനെ ആകെ അടയ്ക്കേണ്ട തുക 2211 രൂപയാണ്. ഈ നിലയിലാണ് KSEBയുടെ സോളാർ ബില്ല് കണക്കാക്കേണ്ടത്. ഏവർക്കും നന്ദി.